ശ്രീ എം വിൻസെന്റ് ഇന്നിപ്പോൾ നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം കണ്ടപ്പോൾ 3 പ്രസംഗങ്ങൾ, സ്വാഗത പ്രസംഗം, അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗങ്ങൾ, 3 പ്രസംഗങ്ങൾ കേരളം മുഴുവൻ കേൾക്കുകയുടെ കേരളത്തെ സംബന്ധിച്ചൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. പക്ഷേ ഈ കരാറിലേക്ക് എത്തിയ അല്ലെങ്കിൽ കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയോ UDF ഭരണകാലമോ എവിടെയും പരാമർശിക്കപ്പെട്ടില്ല. നിങ്ങൾ 2 പേർ MLA-യും MP-യും വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും സംസാരിക്കാൻ അവസരം ഉണ്ടായില്ല. LDF-ന്റെ നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ LDF-ന്റെ ഇച്ഛാശക്തിയും എന്ന് പിണറായി വിജയൻ ഉറക്കെ ഉദ്ഘോഷിക്കുകയും UDF കാലം സമ്പൂർണ്ണമായും തമസ്കരിക്കപ്പെടുകയും ചെയ്തോ? അക്കാര്യത്തിൽ വേദനയുണ്ടോ? തീർച്ചയായും. അതിനു മുമ്പായി ഇന്ന് നടന്നിട്ടുള്ള ഈ ഉദ്ഘാടന ചടങ്ങ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ചടങ്ങായില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്ന്, പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ചടങ്ങിൽ ദേശീയ ഗാനാലാപനം പോലും ഉണ്ടായിട്ടില്ല. ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നതാണ്. അപ്പോൾ അതുപോലും ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ ദേശീയ ഗാനം ആലപിക്കാൻ വിട്ടുപോയതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. മറ്റൊരു കാര്യം, അവിടെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മറ്റുള്ള ആർക്കും സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യാമോ? ഒരു ഗവർണർ അവിടെ വന്നിരുന്നിട്ട് ഡിഫാക്റ്റോ ആണെങ്കിൽ പോലും ഭരണത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറല്ലേ. അപ്പോൾ ഒരു ഗവർണർ വന്നിരിക്കുമ്പോൾ ആ ഗവർണർ പോലും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. അവിടെ ഞങ്ങളുടെ ജനപ്രതിനിധികളെ ആരെയും സംസാരിക്കാൻ അനുവദിച്ചില്ല. അതൊരു ശരിയായ കാര്യമല്ല. ഇനി സംസാരിച്ചവർ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ പോയിരുന്നു. മുഖ്യമന്ത്രിയെ നിയമസഭയിലായിരുന്നാലും പുറത്തായിരുന്നാലും CPM നേതാക്കൾ പുകഴ്ത്തുന്ന അതേ ശൈലി ഇദ്ദേഹം ഈ യോഗത്തിലും അദ്ദേഹം സ്വീകരിച്ചു. അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച് അതൊരു കരാറിലാക്കി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഉമ്മൻചാണ്ടി സാറിനെയോ ആ ഗവൺമെന്റിനെയോ കുറിച്ചൊരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയം കലർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതായത് ഇടതുപക്ഷ മുന്നണിയുടെ മനുഷ്യച്ചങ്ങല, അവരുടെ സമരം, ഇതെല്ലാം കൊണ്ടാണ് ഇത് വന്നത്. പിന്നെ 15-ൽ ഒരു കരാർ വന്നു. അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു: 15-ൽ ഒരു കരാർ വന്നു, എവിടെ നിന്നോ പൊട്ടി വീണു എന്ന രീതിയിലാണ് അദ്ദേഹം അത് വളരെ ബോധപൂർവം അദ്ദേഹം കഴിഞ്ഞ ഗവൺമെന്റിനെയോ ഉമ്മൻചാണ്ടി സാറിനെയോ തമസ്കരിക്കാനോ അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ ശ്രമിച്ചു. ഇനി പ്രധാനമന്ത്രിയാകട്ടെ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കേരളത്തിന് അനുകൂലമായി എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, സാധാരണയായി നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്, മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തെ നേതാക്കന്മാരും എല്ലാം കൂടി പങ്കെടുക്കുന്ന എത്രയോ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയിൽ പോലും അവർ പങ്കെടുക്കുന്നത് പലരെയും അലോസരപ്പെടുത്തുമെന്ന് പറഞ്ഞ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം കൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് വളരെ ശരിയായ കാര്യമായിരുന്നില്ല. ഒരു കാര്യം കൂടി, അദ്ദേഹം ഇന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പിന്നെ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിനെതിരെ അദ്ദേഹം ഒരു വാക്ക് പോലും അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടില്ല എന്നതും പ്രസക്തമാണ്. അദ്ദേഹം മാർപ്പാപ്പയെ അനുസ്മരിച്ചത് നല്ല കാര്യം. നമ്മൾ മാർപ്പാപ്പയെ അനുസ്മരിച്ചത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് ഇന്ത്യയിലെ ബിഷപ്സ് കോൺഫറൻസ് വളരെ കാലമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായി ആ മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് ഒരു ക്ഷണമോ ഇന്ത്യയിലെത്താനുള്ള നടപടിയോ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം വളരെയധികം മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നതാണ് ഇന്ത്യയിലേക്ക് എത്തണമെന്ന്. അത് തടയുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് മൊത്തത്തിൽ ഈ പ്രസംഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒന്നും പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതുകൂടി ഈ അവസരം.